ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട്. റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 21 മുതലുള്ള ഭാഗങ്ങളിൽ അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു, അതുകൊണ്ട് അതവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്നെഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു. വചനം പറയുകയാണ്, അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. ദൈവം പറഞ്ഞൊരു കാര്യം പ്രവർത്തിക്കാൻ ദൈവം ശക്തനാണെന്ന് പൂർണ്ണമായി ഉറച്ചു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കുന്ന ദൈവ പൈതലിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, വഴിയിൽ കിടന്ന, അനർത്ഥത്തിനകത്ത് കിടന്ന, അഴുക്കുചാലിൽ കിടന്ന, ആർക്കും വേണ്ടാത്ത നമ്മെ ദൈവം വിളിച്ചു കൊണ്ടുവന്നത് കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കാനാണ്. അത് ദൈവം തന്ന വാഗ്ദത്വമാണ്. അതുകൊണ്ട് അവിടെ പറയുന്നു, അത് നിവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. പ്രിയരെ, ഈ ഭാഗം ശുശ്രൂഷിക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ, ഈ ലോകത്തിൻ്റെ വാഗ്ദത്വങ്ങളൊന്നും വേണ്ടെന്നോ ഇല്ലെന്നോ ഒന്നുമല്ല പറയുന്നതിൻ്റെ അർത്ഥം. ഒത്തിരി പേര് അതിനകത്തോട്ട് പോയിട്ട് യഥാർത്ഥ വാഗ്ദത്വം ഇപ്പോൾ അവർക്ക് അറിയത്തില്ല. കാരണം അവരൊക്കെ ഈ ഭൂമിയിൽ തന്നെ ദീർഘകാലം ജീവിക്കാൻ നിൽക്കുകയാണ്. പക്ഷെ ഒന്ന് മറന്നുപോകുന്നു, നിലച്ചു പോകുന്ന ശ്വാസമാണ് നമ്മൾ എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. അതെപ്പോൾ വേണോ സംഭവിക്കാം. ഇത് ഗ്രഹിക്കാതെ സഞ്ചരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. വാഗ്ദത്വം ഇവിടെയല്ല, വാഗ്ദത്വം ഉയരത്തിലാണ്. അത് തരാൻ ലോക മനുഷ്യന് പറ്റത്തില്ല. ഇവിടെയുള്ള മനുഷ്യൻ പറയുന്ന വാഗ്ദത്വമൊക്കെ ഇവിടം കൊണ്ട് തീരുന്നതാണ്. ഇവിടെ അബ്രഹാം വിശ്വസിച്ച് എങ്ങനെയെന്നറിയാമോ? ആ വാഗ്ദത്തം പറഞ്ഞ ദൈവം അത് പ്രവർത്തിപ്പാൻ ശക്തൻ. സ്നാനക്കുളത്തിൽ നിന്ന് കയറി വരുമ്പോൾ അകത്തുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. അത് കാലക്രമേണ നഷ്ടപ്പെട്ടു പോകുന്ന നൂറുകണക്കിന് ആൾക്കാരെ കാണാം. ഇല്ല പ്രിയരെ, അത് നഷ്ടപ്പെട്ടു പോകേണ്ടതല്ല, അത് വർദ്ധിച്ചു വരേണ്ടതാണ്. ആ സന്തോഷം വർദ്ധിക്കേണ്ടതാണ്. അതെങ്ങനെയാണ് വർദ്ധിക്കുന്നത്? നമ്മൾ അറിഞ്ഞ സത്യത്തിനകത്ത്, നമ്മൾ രക്ഷയുടെ സന്തോഷത്തിനകത്ത് പ്രവേശിച്ചത് വിശ്വാസത്താലാണ്. ഞാൻ ചെയ്ത പാപത്തിന് പരിഹാരമായി കർത്താവ് തകർക്കപ്പെട്ടു എന്ന എൻ്റെ വിശ്വാസമാണ് എന്നെ സ്നാനക്കുളത്തിലോട്ടും ആ രക്ഷയുടെ സന്തോഷത്തിലോട്ടും എന്നെ പ്രവേശിപ്പിച്ചത്. അത് ദൈവം നമുക്ക് ദാനമായിട്ട് തന്നതാണ്. അത് നഷ്ടപ്പെടുത്തി കളയാതെ അന്ത്യം വരെ അതിനെ കൊണ്ടു നടക്കാൻ കൂടെ ഇരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള ഉറപ്പാണ് ഈ വിശ്വാസം. കർത്താവ് പറയുന്നു, അത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു, അതുകൊണ്ട് അതവന് നീതിയായി കണക്കിട്ടു. അബ്രഹാമിന് തലമുറയെ ലഭിച്ചു, ഇസ്ഹാക്കിന് ലഭിച്ചു. ആ ഭാഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് ഈ ലോകത്തിൽ അതെല്ലാം ദൈവം തരും. തലമുറയെ തരും, വീട് തരും, കാറ് തരും, കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം തരും, നമുക്ക് നല്ല ബലവും ശക്തിയും തരും. എന്നാൽ അതെല്ലാം ഇവിടം കൊണ്ട് തീരുന്നതാണ്. ഇവിടം കൊണ്ട് തീരാത്തതായ ഒരു ഭവനം ദൈവം നമുക്ക് തരാമെന്ന് പറഞ്ഞു. അത് നിവർത്തിപ്പാൻ ദൈവമാണ് ശക്തൻ. അത് ഭൂമിയിലെ പാസ്റ്റേഴ്സിന് തരാൻ പറ്റത്തില്ല. പാസ്റ്റേഴ്സിൻ്റെ പുറകെ നടന്ന് ആ വീട് പ്രാപിക്കാമെന്ന് നടക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇല്ല, നടക്കത്തില്ല പ്രിയരെ. പാസ്റ്റേഴ്സിന് തരാൻ പറ്റത്തില്ല, ദൈവമക്കൾക്ക് തരാൻ പറ്റത്തില്ല. അത് എനിക്ക് നിങ്ങൾക്കും തരാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ. ആ ദൈവത്തിൻ്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. ആ കർത്താവ് അത് ചെയ്യാൻ ശക്തനെന്നാണ് പറയുന്നത്. അടുത്ത വാക്യം പറയുന്നു, അബ്രഹാമിന് മാത്രമല്ല കൊടുത്തത്, അത് നമുക്ക് ഏവർക്കും കൂടെയാണ്. വിശ്വസിക്കുക. ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവം അബ്രഹാമിന് തലമുറയെ കൊടുത്തെങ്കിൽ, അബ്രഹാമിനെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചെങ്കിൽ, നമ്മോട് പറഞ്ഞ ഒത്തിരി പ്രോമിസുകളില്ലേ, അതെല്ലാം ദൈവം തരാൻ ശക്തനെന്ന് ഉറപ്പോടെ വിശ്വസിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.